നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി ഈ പ്രശ്നത്തെ വലിച്ചു നീട്ടണ്ട. സന്ദീപും പറഞ്ഞില്ലേ അവന്റെ ആഗ്രഹം എന്താണെന്ന്. അത് നമുക്ക് സാധിച്ചു കൊടുക്കാച്ച. അവര് നല്ലതുപോലെ ജീവിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ചെയ്ത തെറ്റെല്ലാം മറന്ന് അച്ഛൻ സമ്മതിക്കണം. ഞാൻ ചെയ്ത തെറ്റ് അച്ഛന് പൊറുക്കാൻ പറ്റുന്നതായാലും അല്ലെങ്കിലും അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് സന്ദീപോ ആതിരയോ. ഇനിയെങ്കിലും അവരെ അവരുടെ ജീവിതം തുടങ്ങാൻ അനുവദിച്ചൂടെ അച്ഛാ? ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും അഭിപ്രായം പറയേണ്ടതും തീരുമാനമെടുക്കേണ്ടതും ഞാനാ. പക്ഷേ അങ്ങനെ ചില തീരുമാനങ്ങൾ ഞാൻ എടുക്കുമ്പോൾ അത് പലർക്കും ഇഷ്ടമായിന്ന് വരില്ല. പലരുടെയും മനസ്സ് വേദനിച്ചെന്നും ഇരിക്കും. അതുകൊണ്ട് ഇതുപോലുള്ള വലിയ വലിയ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് ഞാൻ എൻ്റെ മക്കളോടും മരുമക്കളോടും അഭിപ്രായം ചോദിക്കാറുണ്ട് പലപ്പോഴും. ഇത് ഞാൻ അങ്ങനെ അഭിപ്രായം ചോദിക്കുമല്ല, ഇഷ്ടത്തിന് വിടുക. എന്നോട് അനുവാദം ചോദിക്കാൻ അവന്തിക പറഞ്ഞെങ്കിലും ഇവിടെ എൻ്റെ തീരുമാനത്തേക്കാൾ പ്രസക്തി അവന്തികയുടെ ഇഷ്ടങ്ങൾക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ ഒരു വലിയ പ്രശ്നം ഏറ്റവും കൂടുതൽ ബാധിച്ചത് അനഘയാണ്, അതുവഴി അവന്തികയും. ഇനിയും ഞാനൊരു തീരുമാനമെടുത്ത് അവരെ രണ്ടുപേരെയും വീണ്ടും കണ്ണീരിലാഴ്ത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഇതിലെന്തും തീരുമാനിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം അവന്തികയ്ക്കും അനഘയ്ക്കുമാണ്. ഈ ഒരു പ്രശ്നത്തിൽ അവരുടെ തീരുമാനമാണ് നടപ്പിലാകേണ്ടത്. എടുത്തി കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി ഈ വിദ്വേഷമൊക്കെ മറന്ന് അവരെ ഒന്നിച്ച് ജീവിക്കാൻ അനുവദിച്ചൂടെ? ഇല്ല, ഇതെന്റെ വിദ്വേഷത്തിന്റെ കാര്യമൊന്നുമല്ല, ഈ കുടുംബത്തിന്റെ കാര്യ. ഞങ്ങളെ ഒന്നാകെ ചതിച്ചതിന്റെ കാര്യം. ഞങ്ങളെ ചതിക്കാനും അതിന് കൂട്ടുനിൽക്കാൻ ഓരോരുത്തരും എടുക്ക് കാണിച്ചപ്പോഴും ആ ചതിയിൽ ആരുടെയൊക്കെ കണ്ണു നിറയുന്നു നിങ്ങൾ ആരും മനസ്സിലാക്കിയില്ല. അതിനുള്ള ശിക്ഷ ഇതൊക്കെ. അതുകൊണ്ട് നീ തന്നെ നിന്റെ അനിയത്തെ പറഞ്ഞു വിട്ടേക്കണം. എടുത്തി ഞാൻ പറയുന്ന ചേച്ചി, എനിക്ക് വേണ്ടി ഇനിയും ചേച്ചി അവരുടെ മുന്നിൽ താഴരുത്. അങ്ങനെ ആരുടെയും കാല് പിടിച്ച് എനിക്ക് വീട്ടിൽ കയറാനും താല്പര്യമില്ല. ഞാൻ വന്നത് സന്ദീപിനെ കാണാനാ, ഉള്ളിൽ എന്താണെന്ന് അറിയാനാ. അത് സന്ദീപ് തന്നെ എല്ലാവരുടെ മുന്നിലും പറഞ്ഞു കഴിഞ്ഞു. സന്ദീപേ, ഞാനിവിടുന്ന് ഇറങ്ങാം. നിനക്ക് എന്നോടൊപ്പം ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നോടൊപ്പം വരാം. എന്റെയോ നിന്റെയോ വീട്ടില് നമ്മളെ കേട്ടില്ലെങ്കിലും സാരമില്ല, നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം. നിനക്ക് താല്പര്യമാണെങ്കിൽ എന്റെ കൂടെ ഇറങ്ങാം. അങ്ങനെ അവന്റെ താല്പര്യം നിങ്ങളോട് എനിക്കൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ സംസാരിക്കുന്നതും കൂടെ വരാൻ വിളിക്കുന്നതും എന്റെ കഴുത്തിൽ താലി കെട്ടി എന്റെ ഭർത്താവിനെയാ. നിങ്ങൾ വലിയ ആളാണെന്നും നിങ്ങൾക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ളത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചുരുക്കി പറയാം. എന്റെ സന്ദീപിന്റെ കുടുംബകാര്യത്തിൽ നിങ്ങൾ തലയിടണ്ട എന്ന്. സന്ദീപേ, ഞാൻ ഇറങ്ങാം.
ആതിരെ, ഞാനും നീ സ്നേഹിച്ചതും വിവാഹം കഴിച്ചതും ഒരുമിച്ച് ജീവിക്കണമെന്ന ആഗ്രഹത്തോടെയാണ്. ആ ആഗ്രഹം നമുക്ക് ഇപ്പോഴും ഉണ്ട്. അത് ഈ വീട്ടിൽ തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് നിന്നോടൊപ്പം ഞാനും വരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദം വാങ്ങി ഒന്നിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ തീരുമാനം. അതൊരിക്കലും നടക്കില്ലെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് നിങ്ങൾക്കിടയിൽ ഒരു ശല്യമായി ഇനിയും തുടരാതെ ഞങ്ങൾ ഇറങ്ങുവാണ്. ഇതിനെല്ലാം കാരണക്കാരിയെന്ന് പറയുന്ന ആള് ഞാനല്ലേ? അപ്പോ എനിക്കിവിടെ തുടരാൻ അനുവാദമില്ല. എന്റെ അനിയത്തിക്ക് സ്ഥാനമില്ലാത്ത വീട്ടിൽ നിന്നും എല്ലാവരുടെയും മനസ്സിൽ നിന്നും ഞാനും ഇറങ്ങുമോ? ഈ വിഷയത്തിൽ സന്ദീപ് എടുത്ത തീരുമാനം തന്നെ എന്റെയും. ഞാനും അർച്ചനെ ഒരുമിച്ച് ജീവിക്കാനല്ല ഞങ്ങളെ വിവാഹം കഴിപ്പിച്ചത്. അപ്പോ എന്റെ ഭാര്യ ഉള്ളിടത്ത് വേണമല്ലോ ഞാനും ഉണ്ടാവേണ്ടത്. അർച്ചന ചെയ്ത തെറ്റിന് പ്രായച്ചിത്തമായി ഞാനും ഇറങ്ങുകയാണ്. ഏട്ടാ, എന്നെയും കൂടെ നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോവോ? എനിക്ക് നിങ്ങൾ താമസിക്കുന്നിടത്ത് താമസിച്ചാ മതി. സ്നേഹേ, ഏട്ടത്തി എന്നോട് ദേഷ്യപ്പെടണ്ട. അർച്ചനടുത്ത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാ ഞാനും കൂടെ പോവും. അച്ഛൻ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതെല്ലാം ഇവിടം കൊണ്ട് നിർത്തണോ അതോ പരസ്പരം വഴക്കടിച്ച് പിരിയണോന്ന്? കുറച്ചു നേരം കൂടി അച്ഛന്റെ വിളിയും കാത്ത് ഞങ്ങൾ ഈ മുറ്റത്ത് തന്നെ ഉണ്ടാവും. അപ്പോഴും അച്ഛന്റെ തീരുമാനം ഈ മൗനമാണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോകും. വാടാ. ഇനി ഒരിക്കലും തിരിച്ചു കയറാത്ത രീതിയിൽ സെയ്ത് മാധവന്റെ മനസ്സിൽ വിഷം കുത്തിവെക്കണം. പടി അടച്ചു, ഇനി പിണ്ടം വെക്കണോന്നർത്ഥം. ചേച്ചിക്കെന്താ ഇത്രയൊക്കെ ഒരു സന്തോഷമില്ലാത്ത? ഞാനൊരു കാര്യം പറയട്ടെ. നീ ചിന്തിക്കുന്ന പോലെയും പറയുന്നത് പോലെയും ഒന്നും നടക്കാൻ പോകുന്നില്ല. അവരാരും ഇവിടം വിട്ട് എവിടെയും പോകുന്നില്ല. പോയി എന്ന് കരുതുന്നവരൊക്കെ 1 മണിക്കൂറിനുള്ളിൽ ഇവിടെ ഉണ്ടാവും, ആതിര ഉൾപ്പെടെ. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? അവളെ ഈ വീട്ടിൽ കയറ്റാനോ? അതും നമ്മളിവിടെ ഉള്ളപ്പോ? എങ്കിൽ അനഘ ഈ വീട്ടിലുണ്ടാവില്ല. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. എങ്കിൽ നീ പോകുന്നതാ നല്ലത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.